ഇത്തവണ ക്രിസ്മസിന് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീട്രൂട്ട് വൈൻ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1/2 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. 3 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കൊണ്ടുവരാം. കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഗ്രേറ്ററിലുള്ള വലിയ ഹോളിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നത്. തീരെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വേവിക്കുമ്പോൾ ഒരുപാട് കുഴഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ മുഴുവൻ ബീട്രൂട്ടും ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഏലക്കായ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ തന്നെ 2 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. പ്രഷർ കുക്കറിൽ വെച്ചിട്ട് 2 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിൽ കൂടുതൽ വേവിക്കണ്ട കേട്ടോ. അതിൽ കൂടുതൽ വേവിച്ചാൽ ഇത് ഒരുപാട് പേസ്റ്റ് പോലെ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അരിപ്പയും അതുപോലെ നമ്മൾ അരിച്ചൊഴിക്കുന്ന പാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതിൻ്റെ പൾപ്പ് ഒട്ടും തന്നെ വെള്ളത്തിലേക്ക് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഡീപ്പ് റെഡ് കളറിലുള്ള എക്സ്ട്രാക്റ്റാണ് നമുക്കിപ്പോൾ കിട്ടുക. ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 3/4 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഫുള്ളായിട്ട് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും വൈൻ മിക്സ് ചെയ്യാനായിട്ട് ഒരു വുഡൻ സ്പൂൺ വേണം എടുക്കാനായിട്ട്. ആ ഒരു മരത്തിൻ്റെ സ്പൂൺ വേറൊരു കാര്യത്തിനും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/8 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒന്നുകിൽ ക്ലോക്ക് വൈസ് അല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു ഗ്ലാസ് ജാർ അല്ലാന്നുണ്ടെങ്കിൽ ഭരണി എടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളാംശം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ഭരണി അല്ലെങ്കിൽ ഗ്ലാസ് ജാർ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അകത്തുള്ള ഗോതമ്പും അതുപോലെ ഈസ്റ്റും എല്ലാം ഈ കുപ്പിയിലേക്ക് വീഴാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എടുക്കുന്ന മരത്തിൻ്റെ സ്പൂൺ അച്ചാർ അല്ലെങ്കിൽ വേറെ ഒരു കറിയും ഇളക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും എടുക്കുന്ന ഒരു സ്പൂൺ ആകരുത് കേട്ടോ. അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു കോട്ടൺ അല്ലെങ്കിൽ ഒരു മസ്ലിൻ തുണി ഉപയോഗിച്ചിട്ട് മൂടിക്കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കാം. ഒരുപാട് ടൈറ്റ് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് ഇതൊന്ന് സൂക്ഷിച്ചു വെക്കാം. ഏതെങ്കിലും കബോർഡിൻ്റെ ഉള്ളിൽ വെക്കുന്നതായിരിക്കും സേഫ്. ഇനി നമുക്ക് അടുത്ത ദിവസം ഒന്ന് തുറന്നു കൊടുക്കാം. എന്നിട്ട് വുഡൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സ്പൂണും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കിയ സ്പൂണായിരിക്കണം, ഡ്രൈ ആയിട്ടുള്ള സ്പൂണായിരിക്കണം. ഇത് ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് നുരഞ്ഞ് പതഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴും ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മൂടി വെക്കാം. എന്നിട്ട് 2 ദിവസം കൂടി ഈ സെയിം പ്രൊസീജിയർ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യണം. സെയിം സമയത്ത് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ. ഇനി നമുക്ക് 3-ാമത്തെ ദിവസം ഇതെടുത്ത് തുറന്ന് നോക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആദ്യത്തെ ദിവസം പതഞ്ഞ് പൊങ്ങി അത്രയും നമുക്ക് പതയുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അതായത് ഫെർമെൻറ്റേഷനൊക്കെ നടന്നു കഴിഞ്ഞു, വൈനൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിക്കുമ്പോഴും അരിപ്പയും അതുപോലെ അരിച്ചെടുക്കുന്ന പാത്രവും കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം. 3-ാമത്തെ ദിവസം എന്നുള്ളത് 5-ാമത്തെ ദിവസം വരെ ആയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഡീപ്പ് റെഡ് കളറിലുള്ള വൈനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി വൈൻ എപ്പോഴും ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അതും കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളാംശം ഒട്ടും തന്നെ ഇല്ലാത്തൊരു ബോട്ടിലായിരിക്കണം എടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഈ വൈനിൻ്റെ ബോട്ടിൽ ഒരു കോക്ക് വെച്ചിട്ട് അടയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് നമുക്ക് സെയിം ഡേ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല കളറാണ്, ആവശ്യത്തിന് വീര്യമൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇത്തവണ ക്രിസ്മസിന് ഹോം മെയ്ഡ് ആയിട്ടുള്ള ബീട്രൂട്ട് വൈൻ കൊണ്ട് എല്ലാവരും ആഘോഷിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കാൻ മറക്കരുത് കേട്ടോ.